ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ശ്യാമയുടെ അടുത്തേക്ക് ഐശ്വര്യ വരികയാണ്. ശ്യാമേ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ കൃഷ്ണകുമാർ സാറിന്റെ പടത്തില് പാടില്ലെന്ന് പറഞ്ഞു. സാർ എന്നെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശ്യാമയോട് ഒന്നുകൂടി ആലോചിക്കാൻ പറഞ്ഞു. ആലോചിക്കാനൊന്നുമില്ല, വേണ്ടെന്ന് ശ്യാമ പറയുന്നു. ശ്യാമേ, നീ എന്തൊക്കെയായി കാണിക്കുന്നത്? 4-5 വർഷമായിട്ട് ഇപ്പോൾ നീ ഒരു സ്റ്റേജ് പ്രോഗ്രാമും ചെയ്യുന്നില്ല. വിദേശത്തുണ്ടായിരുന്ന കച്ചേരിയും എല്ലാം തന്നെ നീ ക്യാൻസൽ ചെയ്തില്ലേ? ആകെ ബാക്കിയുണ്ടായിരുന്നത് ചില പ്രധാനപ്പെട്ട സിനിമകളിൽ പാടുന്നതാണ്. അതുകൂടി വേണ്ടെന്ന് വെച്ചാൽ എങ്ങനെയാ ശരിയാകുന്നത്? ശ്യാമേ, ഇങ്ങനെ നീ പാടാതിരുന്നാൽ നിന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് പോകുമെന്ന് ഐശ്വര്യ പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, എനിക്ക് ഒരു സെലിബ്രിറ്റിയും ആകണ്ട. എൻ്റെ കുഞ്ഞിനെ കാത്തിരിക്കുന്ന അമ്മയായാൽ മാത്രം മതി. അവളെ കണ്ടുപിടിക്കാൻ ആളുകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾ എപ്പോഴും പറയുമല്ലോ. എത്രയോ ചെക്കുകൾ ഒപ്പിട്ടു കൊടുത്തു. എന്നിട്ട് എന്തായി അന്വേഷണം? ശ്യാമേ, എന്നെങ്കിലും ഒരിക്കൽ നിന്റെ കുഞ്ഞ് നിന്റെ അടുത്ത് വരുമ്പോ നീയൊരു ഗായികയാണെങ്കിൽ ആ കുട്ടിക്ക് അതോർത്ത് അഭിമാനമായിരിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് ഐശ്വര്യ പോകുമ്പോൾ വിഷമത്തോടെ ഇരിക്കുകയാണ് ശ്യാമ. തുടർന്ന് പുറത്തിറങ്ങിയ ഐശ്വര്യ ശ്യാമയെ നോക്കി മനസ്സിൽ പറയുകയാണ്, എന്താണെങ്കിലും നിന്റെ കുഞ്ഞിനെ ആരും കണ്ടുപിടിക്കാനേ പോകുന്നില്ല. നിന്റെ കുഞ്ഞ് നിന്റെ അടുത്തെത്താനും പോകുന്നില്ല. പിന്നീട് കാണിക്കുന്നത് കണിമംഗലമാണ്. അങ്ങനെ വരുൺ തറവാട്ടിലെത്തിയിരിക്കുന്നു. വരുണിനെ കണ്ടയുടൻ തന്നെ പത്മിനിക്കും പരമേശ്വരനും സന്തോഷമാവുകയാണ്. അതേസമയം വരുൺ എന്ന് വിളിച്ചുകൊണ്ട് ആരതി താലവുമായിട്ട് കൽപ്പന താഴേക്ക് വരികയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മാറിയിട്ടില്ലെന്നും ഇനി വേണം മാറാനെന്നും കൽപ്പന പറയുന്നു. തുടർന്ന് പത്മിനി വരുണിന് ആരതി ഒഴിയുകയാണ്. അതേസമയം ഡ്രൈവർ സൂര്യയും കൊണ്ട് ഹാളിലേക്ക് വരുന്നു. സൂര്യയ്ക്ക് വരുണിനെ കണ്ടയുടൻ സന്തോഷമാവുകയാണ്. അതേസമയം ചന്ദ്രശേഖരനും ഉർവശിയും അവരുടെ മകനും കൂടി ഹാളിലേക്ക് വരുന്നു. അല്ല, നമ്മുടെ മഹാറാണി എവിടെയെന്ന് വരുൺ ചോദിക്കുമ്പോൾ മുറിയിലുണ്ടെന്ന് ചന്ദ്രശേഖരൻ പറയുന്നു. ഇത് കേൾക്കുന്ന വരുൺ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഒരാൾ മൂടി പുതച്ചിരിക്കുന്ന കാണുമ്പോൾ വരുൺ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്നാൽ അത് പാവയായിരുന്നു. മുത്തശ്ശി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നു. എപ്പോഴും നീയല്ലേ എനിക്ക് സർപ്രൈസ് തരാറ്, ഈ തവണ നിനക്ക് സർപ്രൈസ് തരാമെന്ന് ഞാൻ കരുതിയെന്ന് മുത്തശ്ശി പറയുമ്പോൾ മുത്തശ്ശിയെ എടുത്തുയർത്തുകയാണ് വരുൺ. അല്ല മോനെ, ഞാൻ കരുതി നീ വരുമ്പോ നിന്റെ ഒപ്പം നിന്റെ ഗേൾഫ്രണ്ട് ഉണ്ടാകുമെന്ന്. പക്ഷേ ആരെയും നീ കൊണ്ടുവന്നില്ലേ? എന്റെ മുത്തശ്ശിയെ പോലെ ആരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് വരുൺ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് രാത്രി ഏറെയാകുമ്പോ വീട്ടിലേക്ക് വരുന്ന പ്രിയങ്കയാണ്. എല്ലാവരും ഉറങ്ങിയെന്ന് കരുതി കതക് തുറന്ന് പ്രിയങ്ക അകത്തേക്ക് കയറുമ്പോ ദേവനാരായണൻ ലൈറ്റ് ഇടുന്നു. ഒപ്പം യശോദയും അങ്ങോട്ടേക്ക് വരികയാണ്. നീ കാരണം ഈ കുടുംബം അപമാനിക്കപ്പെട്ടു. എല്ലാവരും രാധികയ്ക്ക് നേരെ വിരൽ ചൂണ്ടി. പാതിരാത്രി കയറി വന്നിരിക്കുക. നീ ഇത്രയും നേരം എവിടെയായിരുന്നുവെന്ന് യശോദ ചോദിക്കുന്നു. ഞാൻ പൂജ ചെയ്യാൻ തയ്യാറായതായിരുന്നു. അപ്പോൾ ചേച്ചിയാ പറഞ്ഞത് പൂജ ചേച്ചിക്ക് ചെയ്യണമെന്ന്. ചേച്ചിയുടെ ആഗ്രഹമല്ലേ, അത് സാധിച്ചോട്ടെ എന്ന് ഞാനും കരുതി. എനിക്ക് പിന്നെ ഫ്രണ്ട്സിന്റെ അടുത്തുനിന്ന് നോട്ട് വാങ്ങാനുണ്ടായിരുന്നു. ഞാൻ അതിനു വേണ്ടി പോയതാണെന്നും പ്രിയ കള്ളം പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് രാധിക. ഇതെല്ലാം കേൾക്കുന്ന മുത്തശ്ശി പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ ഇവള് കാരണമായിരിക്കും ഈ കുടുംബം അവസാനിക്കാൻ പോകുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അകത്തേക്ക് പോകുമ്പോൾ ദേവനാരായണനും വിഷമത്തോടെ അകത്തേക്ക് പോകുന്നു. തുടർന്ന് പ്രിയങ്കയുടെ മുറിയിലേക്ക് ചെന്നിട്ട് രാധിക പറയുകയാണ്, നിനക്ക് മറ്റെന്തെങ്കിലും കള്ളം പറയാമായിരുന്നില്ലേ? ഇപ്പോ ഞാൻ മാത്രം കുറ്റക്കാരിയായി. അമ്പല കമ്മിറ്റിക്കാര് അച്ഛനിനി പൂജ ചെയ്യണ്ടെന്ന് പറഞ്ഞ് വിലക്കിയിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന പ്രിയ ചോദിക്കുകയാണ്, അല്ല ചേച്ചി എന്തിനാ പൂജ ചെയ്യാൻ പോയത്? ചേച്ചിക്കിപ്പോ എല്ലാവരുടെ മുമ്പില് നാണം കെട്ടതല്ലേ ഇത്ര വിഷമം? എല്ലാവരെയും പോലെ നീയും എന്നെ കുറ്റപ്പെടുത്തുകയാണോ എന്ന് രാധിക ചോദിക്കുമ്പോ അത്രയ്ക്ക് അർഹതയല്ലേ ഉള്ളെന്ന് പ്രിയയും പറയുന്നു. ഇപ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായെന്ന് പറഞ്ഞ് രാധിക മുറിയുടെ പുറത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കണിമംഗലമാണ്. വരുൺ എന്തോ സാധനം കാണാഞ്ഞിട്ട് ബിജുവിനെ വിളിക്കുകയാണ്. അതേസമയം കൽപ്പന അങ്ങോട്ടേക്ക് വരുന്നു. അല്ലടാ വരുണെ, നീ വിദേശത്തൊക്കെയല്ലേ പഠിച്ചത്? എന്നിട്ടും നിന്റെ ചിന്താഗതി എന്താ ഇങ്ങനെയായി പോയത്? എന്താ ഏട്ടത്തി ഉദ്ദേശിക്കുന്നതെന്ന് വരുൺ ചോദിക്കുമ്പോൾ കൽപ്പന പറയുകയാണ്, അപ്പോ നീയൊന്നും അറിഞ്ഞില്ലേ? സിറ്റിയിൽ നിന്നും നമ്മൾ താൽക്കാലികമായി ഇങ്ങോട്ടേക്ക് മാറിയതേ ഈ നാട്ടിൽ നിന്നും നിനക്ക് ഒരു പെണ്ണ് കെട്ടിക്കാൻ വേണ്ടിയാ. എന്റെ ഏട്ടത്തി, ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യമേ അല്ലെന്ന് വരുൺ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പരമേശ്വരനെയും പത്മിനിയെയുമാണ്. നമ്മുടെ തീരുമാനം അറിയുമ്പോൾ വരുൺ എന്തെങ്കിലും എതിർപ്പ് പറയുമോ എന്ന് പത്മിനി ചോദിക്കുന്നു. നിനക്ക് നല്ലൊരു മോഡേൺ പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തി തരാമെന്ന് കൽപ്പന പറയുമ്പോൾ വരുൺ പറയുകയാണ്, എന്നെ സംബന്ധിച്ച് വിവാഹ ജീവിതം എന്നാലേ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനിടയിൽ സന്തോഷം കണ്ടുപിടിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകണം. പിന്നീട് കാണിക്കുന്നത് പത്മിനിയെയും പരമേശ്വരനെയുമാണ്. തളർന്നുപോയ നമ്മുടെ മകന് കണ്ണാകാനും കൈയാകാനുമൊന്നും നമ്മുടെ മരുമകൾക്ക് സാധിച്ചില്ല.
വരുണിന്റെ ഭാര്യയായി വരുന്ന കുട്ടി പണവും പ്രതാപവും ഒന്നും നോക്കണ്ട, നല്ല സ്വഭാവമുള്ളതായാൽ മാത്രം മതിയെന്ന് പത്മിനി പറയുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രാധികയാണ്. അതേസമയം ഒരു ചെറിയ കുട്ടി അങ്ങോട്ടേക്ക് വരികയാണ്. ചേച്ചി അമ്പലത്തിൽ കയറുന്നില്ല എന്ന് ചോദിക്കുമ്പോ കേറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് രാധിക പറയുന്നു. അല്ല ചേച്ചി, അമ്പാടി മലയില്ലേ നമ്മുടെ കണ്ണൻ ആദ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ ചെന്ന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പറയുന്ന ആഗ്രഹം നടക്കുമെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ അവിടം വരെ എത്തിച്ചെല്ലാൻ പാടാണെന്ന് അറിഞ്ഞത്. നിറയെ മൃഗങ്ങളൊക്കെ ഉണ്ടെന്ന്, അതുകൊണ്ട് ചേച്ചിക്ക് പോകാൻ സാധിക്കില്ലല്ലോ. ഇത് കേൾക്കുന്ന രാധിക പറയുകയാണ്, ഞാൻ പോകും. എങ്ങനെയാണെങ്കിലും ഞാൻ അവിടെ കഷ്ടപ്പെട്ട് എത്തിയിരിക്കും. ജലപാനം പോലുമില്ലാതെ ഞാൻ എൻ്റെ കണ്ണന്റെ മുന്നിൽ ചെല്ലും. ഇത് സത്യമെന്ന് പറഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് കണ്ണനെ നോക്കുകയാണ് രാധിക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.